ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ മഴ തോരും മുമ്പേ പുതിയ പ്രൊമോയില് ഭയങ്കര സംഭവങ്ങളാണ്. പ്രേക്ഷകർ ഒരു രക്ഷയില്ലാട്ട് നമ്മുടെ വൈജയന്തിയുടെ അടുത്ത് കൃഷ്ണമോൾ പറയുന്നുണ്ട്, ഇത് അമ്മയുടെ വീടല്ലേ എന്ന് പറയുമ്പോൾ നമ്മുടെ വൈജയന്തി പറയുന്നുണ്ട്, ഇത് എന്റെ വീടൊന്നുമല്ല, ഇത് അലീനയുടെ വീടാ എന്നിങ്ങനെ പറഞ്ഞ് നമ്മുടെ വൈജയന്തി കൊമ്പ് ഓർക്കാൻ തുടങ്ങി. അപ്പുറത്ത് കമലയിടത്തി ആണെങ്കിൽ നമ്മുടെ ശിവേട്ടനോട് ചോദിക്കുന്നുണ്ട്, വൈജയന്തിയും ബാലേട്ടനും തമ്മിൽ കണ്ടോ, അവർ തമ്മിൽ എന്തെങ്കിലും സംഭവിച്ചോ, എന്തെങ്കിലും പൊട്ടിത്തെറി ഉണ്ടായോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് ആകാംക്ഷയില്. ഇനി ഉണ്ടായിട്ടില്ലെങ്കിൽ തന്നെ രാത്രിക്കുള്ളിൽ എന്തെങ്കിലും സംഭവിച്ചോളും എന്ന് പറയുക കേട്ടോ. പിന്നീട് നമ്മുടെ ബാലചന്ദ്രൻ ഇങ്ങനെ പൊക്കത്ത് നിന്ന് ഇങ്ങനെ ഇറങ്ങി വരുന്നത് കാണുന്നുണ്ട്. അപ്പൊ വൈജയന്തിനെ കാണുമ്പോൾ ഇങ്ങനെ ഒന്ന് കണ്ണ് തുറപ്പിച്ച് നോക്കുന്നതല്ലാതെ അവിടെ സംസാരമൊന്നും നടക്കുന്നില്ല കേട്ടോ. അപ്പൊ വൈജയന്തി ആണെങ്കിലും ബാലചന്ദ്രനെ ഒന്ന് നോക്കിയിട്ട് അപ്പൊ തന്നെ ഇങ്ങനെ കണ്ണെടുത്ത് കളയുന്നുണ്ട്. അപ്പൊ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടിട്ടുണ്ട്, പക്ഷെ അവിടെ ഒരു സംസാരം ഉണ്ടായിട്ടില്ല കേട്ടോ. നമ്മുടെ കമലടുത്ത് വിചാരിച്ചതൊന്നും ആ പൊട്ടിത്തെറിയൊന്നും അവിടെ നടന്നിട്ടില്ലേ. ഏറ്റവും ലാസ്റ്റ് നമ്മുടെ കൃഷ്ണമോള് വൈജയന്തിനെ രോഹിത്തിന്റെ അടുത്തേക്ക് കൊണ്ടുപോകുവാണ്. രോഹിത്തേട്ടന് ഭയങ്കര ചുമയും പനിയൊക്കെയാണ്, അമ്മ ഒന്ന് പോയി കാണുക എന്നും പറഞ്ഞിട്ട് രോഹിത്തേട്ടന്റെ അടുത്തേക്ക് കൊണ്ടുപോവുകയാണ്. എന്നിട്ട് രോഹിത്തിനെ കാണുമ്പോൾ തന്നെ നമ്മുടെ വൈജയന്തി തുടങ്ങും, ഓ എന്തൊരു മാനക്കേടാടാ നീ വരുത്തി വെച്ച്, ജനിച്ചിട്ട് ഇന്നേ വരെ ഞാൻ ഇതേപോലൊരു മാനക്കേട് എന്താ പറയാ അനുഭവിച്ചിട്ടില്ല, ഭർത്താവും മക്കളൊന്നും വേണ്ടാന്ന് തോന്നിപ്പോയി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വൈജയന്തി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ രോഹിത്തിന് വയ്യായിക ഒന്നും കൂടി കൂടുന്നുണ്ടേ. ഇനി എന്തൊക്കെയാകും സംഭവിക്കാൻ പോകുന്നത് എന്ന് കണ്ടു തന്നെ അറിയാം കേട്ടോ. അപ്പൊ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.